Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെമ്മിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്, ഫൗണ്ടേഷൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ പ്രോസ് ആൻഡ് കോൺസ് അനാലിസിസ്. നമ്മൾ ഓൾറെഡി എടുത്ത എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും നമുക്ക് ടെക്സ്റ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഒന്നും ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനാലിസിസ് വരുമ്പോൾ ആ ഒരു ചാപ്റ്ററിലാണെന്ന് വരുന്നത്. പേജ് നമ്പർ 34 ഇത് കാണിച്ചിരിക്കുന്നത്. പ്രോസ് ആൻഡ് കോൺസ് അനാലിസിസ് ഡയറക്റ്റായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എന്തൊരു റീസൺ ഉണ്ടാവുകയാണെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ ഡീമെറിറ്റുകളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു മോഡലിനെയാണ് പ്രോസ് ആൻഡ് കോൺസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ സെൻട്രൽ ടെൻഡൻസി. എന്തിനാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്? അപ്പോൾ അത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ തന്നെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ചാപ്റ്ററിൽ കൃത്യമായിട്ട് തന്നെ ആ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ സെൻട്രൽ വാല്യൂ വിച്ച് റെപ്രസെൻറ്റ്സ് ദ ഡാറ്റ ടു ബി വർക്ക്ഡ് ഔട്ട്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റയിലെ ഏറ്റവും മിഡിൽ പോർഷനിലായിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂവിനെയാണ് സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഡെസിഷൻ മേക്കിംഗ്. ഡെസിഷൻ മേക്കിംഗ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ പേജ് നമ്പർ 6 ഫസ്റ്റ് ചാപ്റ്ററിൽ പേജ് നമ്പർ 6 പറഞ്ഞത് ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റിൽ. പ്രധാനമായിട്ടും നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാണോ അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഡിഫൈൻ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്താണെന്ന് ഡെഫിനേഷൻ ചോദിച്ചിട്ട് നമുക്ക് നാലാമത്തെ ചാപ്റ്റർ തന്നെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്കത് മാർക്ക് കിട്ടും. ഓൾറെഡി ഫങ്ഷണൽ കൺസെപ്റ്റുകളും അതേപോലെ ഹ്യൂമൻ റിലേഷൻ കൺസെപ്റ്റും ഒക്കെ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസെപ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏത് ഡെഫിനേഷൻ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സിമ്പിളായിട്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡ്, കോർഡിനേഷൻ, കൺട്രോൾ, ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, സെക്യൂരിറ്റി ആൻഡ് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ഇങ്ങനെയും എഴുതാം. അതല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ എന്ന് നമുക്ക് എഴുതാം. അതിലേതാണെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അവിടെ സ്കോർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ കോഗ്നിറ്റീവ് ബയാസസ് ആണ്. കോഗ്നിറ്റീവ് ബയാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പേജ് നമ്പർ 14 പറയുന്നുണ്ട്. കോഗ്നിറ്റീവ് ബയാസസ് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നതാണ്. അതായത് നമ്മളുടെ മനസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ട് റാഷണലായിട്ട് ഒരു യുക്തിപരമായി ചിന്തിച്ച് ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന അതിൽ വരുന്ന മിസ്റ്റേക്കുകളാണ് ഒരു ബാരിയർ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബയാസസ്. ഇനി നെക്സ്റ്റ് വാട്ട് ആർ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. എന്താണ് പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ വീണ്ടും വന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ടൈപ്സ് ഓഫ് ഡെസിഷൻസ് പഠിച്ചിരുന്നു. അതിലെ ഫസ്റ്റ് ടൈപ്പ് തന്നെയാണ് പ്രോഗ്രാം ഡെസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നമുക്കറിയാം വളരെ ഇഫക്റ്റീവായിട്ട് ഡേ ടു ഡേ ഇഷ്യൂസിനെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന തരത്തിലുള്ള ഡെസിഷൻസിനെയാണ് സച്ച് ആസ് റിക്വസ്റ്റ്, ഇപ്പോൾ ലീവിൻ്റെ ഒരു റിക്വസ്റ്റ് പോവുക അല്ലെങ്കിൽ പെർമിഷൻ എംപ്ലോയീസിന് കൊടുക്കുക, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഡേ ടു ഡേ അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലാണ് ഡെസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രോഗ്രാംഡ് ഡെസിഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പ്ലാനിങ്. പ്ലാനിങ് എന്താണെന്നുള്ളത് നമുക്ക് പല ഭാഗത്തായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പല ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയുടെ ബേസിൽ തന്നെ പ്ലാനിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു. എന്താണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി തന്നെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. വെൻ ടു ഡു ഇറ്റ്, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം, എവിടെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് തന്നെയാണ് ഈ ഒരു പ്രോസസ്സിൽ പറയുന്നത്. അതുമാത്രമല്ല മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഫസ്റ്റ് വരുന്ന പ്രൈമറി ഫങ്ഷൻ കൂടിയാണ്. അതും വളരെ കോൺഷ്യസ് ഡിറ്റർമിനേഷൻ ഓഫ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്നാണ് പറയുന്നത്. അറിവില്ലാതെ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമല്ല, ഫ്യൂച്ചറിനെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ബോധപൂർവ്വം എടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന എട്ടാമത്തെ വാട്ട് ഡു യു മീൻ ബൈ ആൻ ഇൻറ്റ്യൂഷൻ. എന്തിനാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് മോഡൽസ് വരുന്നുണ്ട്. ആ ഒരു മോഡൽസിൽ
50ാമത്തെ പേജിലാണ് വരുന്നത്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ 3rd ചാപ്റ്ററിലാണ് കൃത്യമായിട്ട് ഇൻറ്റ്യൂഷനെ പറയുന്നത്. ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് അല്ല, അത് ലെസ് സ്ട്രക്ചേർഡ് ആണ്. ആൻഡ് മേ യൂസ് പ്രീവിയസ് നോളജ്. നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മുന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളെ ബേസ് ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മളിവിടെ ഡിസിഷൻസ് എടുക്കുക. അതേപോലെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യലേ, അതേപോലെ തടസ്സങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ആ ഒരു ഫീലിങ്ങിൻ്റെ ബേസിസിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഇൻറ്റ്യൂഷൻ ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ലീഡർഷിപ്പ്. എന്താണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ്, ഇൻസ്പയർ ആൻഡ് ഗൈഡ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ടുവേർഡ് അച്ചീവിങ് എ കോമൺ ഗോൾ. ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെയോ അതിൻ്റെ ആ ഒരു നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അവരെ ഇൻസ്പയർ ചെയ്യുക, അത് അച്ചീവ് ചെയ്യാൻ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഗൈഡ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ലീഡർഷിപ്പ് വരണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വിഷൻ എന്താണെന്ന് സെറ്റ് ചെയ്യുക, ഡെസിഷൻ എടുക്കുക, അതിനെല്ലാം നമ്മൾ കൊളാബറേറ്റ് ചെയ്യുക, അത് പെർഫോം ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ലെവലിൽ പെർഫോം ചെയ്യാൻ നമ്മുടെ കൂടെയുള്ള ഫോളോവേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക. ആൻഡ് ഇഫക്റ്റീവ് ലീഡർഷിപ്പ് റിക്വയേഴ്സ് കമ്മ്യൂണിക്കേഷൻ. നല്ലൊരു ലീഡർഷിപ്പ് ആവണമെങ്കിൽ നല്ല രീതിയിൽ ലീഡർ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടാവണം, എംപതി ഉണ്ടാവണം, അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം, ആൻഡ് കമ്മിറ്റ്മെൻറ്റ് കൂടിയിട്ട് വ്യക്തിപരമായിട്ടും ഓർഗനൈസേഷൻ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് കൂടി അവിടെ ഉണ്ടാവണം. ഇതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ വരുന്നത്. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻറ്റ് ബൈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഏറ്റവും ലാസ്റ്റിലേക്ക് പോകുമ്പോൾ വരുന്നൊരു ചാപ്റ്ററാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്താണ് ട്രെയിനിങ്ങും എന്താണ് ഡെവലപ്മെൻറ്റും? ട്രെയിനിങ് എപ്പോഴും കൊടുക്കുന്നത് ആർക്കായിരിക്കും? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ്. അവിടെ നമ്മൾ നോളജ് അക്വയർ ചെയ്യുക, നമുക്ക് പുതിയ സ്കില്ലുകൾ പഠിക്കുക, ആറ്റിറ്റ്യൂഡ്, ഓരോന്നുള്ള മനോഭാവങ്ങൾ, അതുവഴി എംപ്ലോയീസിനെ ഇമ്പ്രൂവ് ചെയ്യുക, ജോബ് പെർഫോമൻസ്, അവർക്കൊരു കരിയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഡിസൈൻ ടു ഹെൽപ്പ് എംപ്ലോയീസ് ഗ്രോ. ഓരോ എംപ്ലോയീസിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതൊരു ലോങ് ടേമിലേക്കുള്ള എഡ്യൂക്കേഷണൽ പ്രോസസ്സാണ്. ഡെവലപ്മെൻറ്റ് എപ്പോഴും ഒരിക്കലും ഇത് നെവർ എൻഡിങ് ആണ്. അത് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേ പോകുന്നു, അത് കണ്ടിന്യൂ ചെയ്ത് ലോങ് ടേമിലേക്കും കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സാധാരണ മാനേജറിയൽ പേഴ്സൺസിനാണ് ലേൺ കൺസെപ്ച്വൽ ആൻഡ് തിയററ്റിക്കൽ നോളജ് ഫോർ ജനറൽ പർപ്പസ് ത്രൂ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് പ്രൊസീജിയർ. വളരെ സിസ്റ്റമാറ്റിക്കും ഓർഗനൈസ്ഡും ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ മാനേജറിയൽ പേഴ്സൺസിന് കൊടുക്കുന്നതാണ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ. 10 ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ആദ്യത്തെ പോർഷനിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു സെക്കൻഡ് പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ 6 മാർക്സാണ് ഓരോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മെൻറ്റ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ യൂസസ്. അതൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നതിൻ്റെ ഒരു സബ് പോയിൻ്റ് ആയിട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ തന്നെയാണ്. ഏറ്റവും നല്ലൊരു ഇൻഡിക്കേറ്ററാണ് എത്രത്തോളം നമ്മുടെ ഡാറ്റ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിൽ നിന്ന് എത്രത്തോളം വേരിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, സ്പ്രെഡ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് അറിയാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ 1-2 മാർക്ക് കിട്ടും. ബാലൻസ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ യൂസസ് 3 യൂസാണ് വരുന്നത്. അപ്പോൾ അതിനൊരു 3 മാർക്കും ബാക്കി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു 3 മാർക്കും, അങ്ങനെയാണ് അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പ്രധാനമായിട്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യുന്നത് റിസ്കിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസ്, നമുക്കിതിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ നമ്മുടെ ബിസിനസ് പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് നല്ലൊരു ബിസിനസ് സ്ട്രാറ്റജി കൂടിയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 പോയിൻ്റാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുള്ളത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡെസിഷൻ ട്രീ അനാലിസിസ്. ഡെസിഷൻ ട്രീ എന്താണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചത്. ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 26 ഡെസിഷൻ ട്രീ അനാലിസിസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനാലിസിസ് പഠിക്കുന്നതിൽ 2ാമത്തെ അനാലിസിസാണ് ഡെസിഷൻ ട്രീ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ട്രീ എന്ന് പറയുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെയിൻ ഐഡിയയിൽ തുടങ്ങിയിട്ട്
അതിനെ ബേസ് ചെയ്ത് വരുന്ന അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണോ എന്നുള്ളത് ഒരു ബ്രാഞ്ച് പോലെ വരച്ചുകൊണ്ട് കാണിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഈ ഒരു സിമ്പിൾസ് കൂടി അവിടെ കൊടുക്കുക. 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഡിസിഷൻ ട്രീ എന്താണെന്നും അതിൽ യൂസ് ചെയ്യുന്ന ഈ വേർഡുകൾ എന്തൊക്കെ കീവേഡ്സ് എന്താണെന്നുള്ളതും ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടി അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്, 6ാമത്തെ പേജ് നമ്പറിൽ കൃത്യമായിട്ട് നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എഴുതിയാലും മതിയാകും. അവിടെ 8 പോയിൻ്റാണ്. ഗോൾ ഓറിയൻറ്റഡ് ആണ്, ഡൈനാമിക് പ്രോസസ്സാണ്, കണ്ടിന്യൂസ് ആണ്, ഇൻ്റലക്ച്വൽ ആണ്, സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും, സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഉണ്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ള മാനേജറൽ പെർഫോമൻസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫിക്കേഷൻ ആണ്, റിസോഴ്സ് അലോക്കേഷൻ, റിസ്ക് മാനേജ്മെൻറ്റ്, ഗോൾ അച്ചീവ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ഇത്രയാണ് ഇതിൻ്റെ ഒരു നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ആയിട്ട്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എഴുതി കഴിഞ്ഞാലും നമുക്കത് നേച്ചർ മാത്രമായിട്ട് വിചാരിക്കണമെന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടുന്നതായിരിക്കും. 13 പോയിൻ്റ് ഉണ്ട്. അതിലൊരു 6 പോയിൻ്റ് എഴുതിയിട്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിലും ഈ ഒരു മാർക്ക് അവിടെ അച്ചീവ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് വാട്ട് ആർ ദ വേരിയസ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. വളരെ ഡയറക്റ്റായി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പേജ് നമ്പർ 180 വരുന്നത്. പ്രധാനമായിട്ടുള്ള 2 സോഴ്സുകൾ, ഒന്ന് ഇൻറ്റേർണൽ സോഴ്സും 2 എക്സ്റ്റേണൽ സോഴ്സുമാണ്. അപ്പോൾ അതിലെന്താണ് ഇൻറ്റേർണൽ സോഴ്സ് എന്ന് എഴുതുക, അതൊന്ന് അതിൻ്റെ ആ മെത്തേഡ്സ് ഒന്ന് അവിടെ കൊടുക്കുക. ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെ സ്റ്റാഫിനെ അറേഞ്ച് ചെയ്യുക എന്നതാണ് ഇൻറ്റേർണൽ സോഴ്സ്. ആ അറേഞ്ച്മെൻറ്റ് 4 തരത്തിൽ നമുക്ക് ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ചെയ്യാം, പ്രൊമോഷൻ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പ്രസൻറ്റ് എംപ്ലോയീസിൽ നിന്ന് പുതിയ ആളുകളെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം. പിന്നെ ഡിമോഷൻസ് കൊടുക്കുക, അതായത് നിലവിലുള്ള സ്ഥാനത്തിൽ നിന്ന് അവരെ അതിൽ നിന്ന് താഴേക്കുള്ളൊരു സ്ഥാനത്തേക്ക് മാറ്റുക, അതാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇൻറ്റേർണൽ ആയിട്ടുള്ള സോഴ്സുകൾ വരുന്നത്. ഇനി എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുമ്പം അവിടെ നോട്ടീസ്, ഫാക്ടറി ഗേറ്റിൽ നോട്ടീസ് കൊടുക്കുക, അൺസോളിസിറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ്, കാഷ്വൽ കോളേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ് ആൻഡ് കോളേജസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റീസ്, ലേബർ കോൺട്രാക്ടേഴ്സ്, പ്രൈവറ്റ് ഏജൻസീസ്, ട്രേഡ് യൂണിയൻ, റെക്കമെൻഡേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. അപ്പോൾ ഈ എല്ലാ പോയിൻ്റും ഒന്ന് എഴുതി ഓരോ സെൻറ്റൻസുകൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കൺട്രോൾ പ്രോസസ്സ്. പേജ് നമ്പർ 198 സ്റ്റെപ്സ് ഇൻ കൺട്രോൾ പ്രോസസ്സ്. പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളുള്ളത്. ഒന്ന് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്, ആ ഒരു പെർഫോമൻസ് എന്താണെന്നുള്ള മെഷർ ചെയ്യുക, അതിനെ നമ്മൾ അപ്രൈസൽ നടത്തുക, അതിനുശേഷം എന്തെങ്കിലും ഒരു ഡീവിയേഷൻ കാണുകയാണെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നുള്ള ഡിറ്റർമിൻ ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക. അപ്പോൾ ഈ ഒരു 5 സ്റ്റെപ്പ് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടും. അപ്പോൾ അവിടെ കൺട്രോളിങ് എന്താണ് എന്നുള്ളൊരു കാര്യം കൂടി കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിനൊരു മാർക്കും 5 സ്റ്റെപ്പും, അങ്ങനെ ഒരു 6 മാർക്കിന് ചാൻസ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഇനി നെക്സ്റ്റ് പറഞ്ഞത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് വളരെ സിമ്പിളായിട്ട് തന്നെ എഴുതാവുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് നമ്മുടെ ഈ ഒരു പോർട്ട്സ്കോർബ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ പ്ലാനിങ് എഴുതുക, ഓർഗനൈസിങ്, അതേപോലെ തന്നെ സ്റ്റാഫിങ്, 4ാമത്തെ ഫങ്ഷൻ ഡയറക്റ്റിങ്, അതിൽ വരുന്ന സബായിട്ടുള്ള പോയിൻ്റുകളാണ് ലീഡിങ്ങും കമ്മ്യൂണിക്കേഷനും അതേപോലെ മോട്ടിവേഷനും ഒക്കെ വരുന്നത്, സൂപ്പർവിഷൻ, ആൻഡ് 5ാമത്തത് കോർഡിനേഷൻ, ആൻഡ് ലാസ്റ്റ് 1 കൺട്രോളിങ്. 6 പോയിൻ്റ് 6 മാർക്ക് വളരെ കൃത്യമായിട്ട് അവരവിടെ തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്താണ് എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആവറേജിൽ നിന്ന് എത്രത്തോളം അത് സ്കാറ്റർ ചെയ്ത് പോയിട്ടുണ്ട്, ആ ഒരു സെൻട്രൽ വാല്യൂന്ന് നിന്ന് എത്രത്തോളം വേരിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് അറിയാനാണ് നമ്മൾ ഡിസ്പേർഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു 3 മെത്തേഡ് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. റേഞ്ചാണ് ഒരു മെത്തേഡ്, പിന്നെ വേരിയൻസ് ആണ് 3ാമത്തെ. ഓൾറെഡി നമുക്ക് ഡീറ്റെയിൽ ആയി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു പ്രോസസ്സും കൂടി എഴുതുകയാണെങ്കിൽ അവിടെ കംപ്ലീറ്റ് 6 മാർക്കിനുള്ള കാര്യങ്ങളായിട്ടുണ്ട്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡിസിഷൻ മേക്കിംഗ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്. പേജ് നമ്പർ 10 നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പേജ് നമ്പർ 10 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പറയുന്ന പാസ്റ്റ് ഡിസിഷൻസ്, നമ്മൾ മുന്നെടുത്തിരിക്കുന്ന
ആ ഒരു ഡെസിഷൻസിൻ്റെ ബേസിസിൽ. അതേപോലെ കോഗ്നിറ്റീവ് ബയാസസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്, അതൊരു ഫാക്ടർ കൂടിയാണ്. ഇമോഷൻസ്, പിന്നെ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസസ്, ഇൻഫർമേഷൻ അവൈലബിലിറ്റി, റിസ്ക് ടോളറൻസ്, ടൈം കൺസ്ട്രെയിൻസ്, ഡെസിഷൻ മേക്കിംഗ് മോഡൽസ്. 8 പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 8 എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 പോയിന്റ് എഴുതി എക്സ്പ്ലനേഷൻ ചെയ്താലും 6 മാർക്കിനുള്ള ഒരു ഉത്തരമായിട്ടുണ്ടാവും അത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിലും വല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാം. ഒരു 2-3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഒരു ഇത്തിരി ടഫ് കമ്പാരിറ്റീവ്ലി തോന്നുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് പോർഷൻ എന്ന് പറയുമ്പം 10 മാർക്കിൻ്റെ ഒരു എസ്സേ ആണ്. 2 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാലും മതിയാവും. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് പ്ലാൻസ്. അപ്പോൾ എന്താണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചോളം വളരെ അഡ്വാൻസ് ആയിട്ടൊരു തിങ്കിങ് പ്രോസസ്സ് കൂടിയാണ്. ഫോക്കസ് അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്യേണ്ടത്. വരാൻ പോകുന്ന അൺസർട്ടനിറ്റീനെ നമുക്ക് എങ്ങനെയാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്, കോർഡിനേഷന് ഹെൽപ്പ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലാനിങ് ബ്രിങ്സ് എക്കണോമി ഇൻറ്റു ഓപ്പറേഷൻ. ഓരോ പ്രോസസ്സും വളരെ മിതമായ നിരക്കില്ലെങ്കിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്ക് നടത്തിയെടുക്കാം എന്നുള്ളതും പ്ലാനിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, എൻഹാൻസസ് എഫിഷ്യൻസി ആൻഡ് ഹെൽപ്സ് മോട്ടിവേഷൻ. നല്ല രീതിയിൽ എംപ്ലോയീസിനും അതേപോലെ മാനേജ്മെൻറ്റിനൊക്കെ ഒരു മോട്ടിവേഷൻ കൂടിയാണ് ആ ഒരു പ്ലാനിങ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു 7 പോയിൻ്റാണ് ഇവിടെ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതിൻ്റെ വേരിയസ് ടൈപ്സ് ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും എഴുതേണ്ട പോയിന്റുകൾ ജസ്റ്റ് പോളിസി എന്താണെന്നുള്ളത് എഴുതുക. പറ്റുമെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ 2-3 സെൻറ്റൻസ് എഴുതുക. അതേപോലെ നെക്സ്റ്റ് വരുന്ന പ്രൊസീജിയർ എന്താണ്, റൂള്. അപ്പോൾ 3 പോയിന്റ് ഇവിടെ തന്നെ ആയിക്കഴിഞ്ഞു. 4ാമത്തെ സ്ട്രാറ്റജി, 5ാമത്തെ പ്രോഗ്രാം, 6ാമത്തെ ബഡ്ജറ്റ്. അപ്പോൾ 6 പോയിൻറ്റും മറ്റേതിൽ 7 പോയിൻറ്റുമാണ്. അപ്പോൾ ഏകദേശം അതൊരു 10-12 പോയിൻ്റ് എഴുതുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു എസ്സേയോട് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻസും ഒരു 5 പോയിൻ്റ് 6 പോയിൻറ്റും 6 പോയിൻ്റ് എന്തായാലും ടൈപ്സ് എഴുതണം. കാരണം വേരിയസ് ടൈപ്സ് ചോദിക്കുമ്പോൾ 6 പോയിൻ്റ് അവിടെ വേണം. ഇമ്പോർട്ടൻസും ഒരു 5-6 പോയിൻ്റ് എഴുതുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് ഒരു 8-10 മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതി തന്നെയാണത് അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് പെസ്റ്റൽ അനാലിസിസ് ആണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് പെസ്റ്റൽ അനാലിസിസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ ഫാക്ടേഴ്സ്, പെസ്റ്റൽ അനാലിസിസിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. പിന്നെ ചോദിച്ചു വാട്ട് ആർ ദ വേരിയസ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പെസ്റ്റൽ അനാലിസിസ്. അപ്പോൾ 3 കാര്യങ്ങളായിട്ടാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് പെസ്റ്റൽ അനാലിസിസ് എന്താണ്. ഇതൊരു ടൂളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ്സിനും ഓർഗനൈസേഷനും അവരുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് അവരെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നതറിയാൻ വേണ്ടി നടത്തുന്ന അനാലിസിസ് ആണ് പെസ്റ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കുക. പെസ്റ്റൽ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ് എന്നുള്ള കാര്യം കൂടിയിട്ട് അവിടെ ഒന്ന് കൊടുക്കുക. അത്രേ അവിടെ എഴുതേണ്ട ആവശ്യമുള്ളൂ. പിന്നെ 2ാമത്തെ നമ്മുടെ എസ്സേ ക്വസ്റ്റ്യനിൽ അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ആണ്. ഇത് തന്നെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും അതേപോലെ തന്നെ എക്കണോമിക് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരിക, ടെക്നോളജിക്കലായിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതേപോലെ ലീഗൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദിച്ചാൽ വേരിയസ് അഡ്വാൻറ്റേജസ് ആണ്. ഇവിടെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഒരു 8 പോയിൻ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ഫ്രെയിം വർക്കാണ്. ആൻഡ് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ പുറത്തുള്ള ഒരു ഫാക്ടേഴ്സ് ഏതൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന അറിയാൻ പറ്റും. ഓർഗനൈസേഷനെ കൃത്യമായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എൻകറേജ് ചെയ്യുക, അവരുടെ ഡെവലപ്പ് ആൻഡ് എക്സ്റ്റേണൽ ആൻഡ് സ്ട്രാറ്റജിക് തിങ്കിങ്ങിനൊക്കെ എൻകറേജ് ചെയ്യുക. അഡ്വാൻസ് വാർണിംഗ് തന്നെയാണിത്. എൻകറേജ് ചെയ്യുക, കൺസിഡർ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ, അതേപോലെ തന്നെ അനാലിസിസ് നടത്താനൊക്കെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇങ്ങനെ അസസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളുടെ ബേസിസിലാണ്. എത്രത്തോളം ഇത് ശരിയായിക്കൊള്ളുന്നില്ല.
ഈസി ടു ഓവർ സിംപ്ലിഫൈ ചെയ്യാനും ഈ ഒരു കാരണം തന്നെ ധാരാളമായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയം പിന്നെ ഒരുപാട് ഹെവിയാണ് ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുമ്പം. ഒരു ഗ്രേറ്റ് ടൂൾ തന്നെയാണ്, പക്ഷെ ഒരിക്കലും അതിനെ കൃത്യമായിട്ട് ഇൻറ്റേർണൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒന്നും അനലൈസ് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. പിന്നെ പല റിസർച്ചേഴ്സും ആർഗ്യൂ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സിംപ്ലിസിറ്റി തന്നെയാണ്. ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് എപ്പോഴും ബേസ് ചെയ്തിരിക്കുന്ന അസസ്മെൻറ്റ് ഓഫ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അനാലിസിസ് ചെയ്യുന്നത്. പിന്നെ പെസ്റ്റൽ അനാലിസിസിൽ മെയിനായിട്ട് വർക്ക്സ് ഓൺ അസംഷൻ ആൻഡ് റിമെയിൻസ് റിസ്ക് ബീയിങ് റോങ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പോൾ നമുക്കൊരു ഓവറോൾ ഇപ്പോൾ ഫസ്റ്റ് എക്സാമും ഫസ്റ്റ് മോഡലായതുകൊണ്ട് നമുക്കിത് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് വീഡിയോയിൽ പല ആളുകളും ചോദിച്ചു എന്താ ഈ ടെക്സ്റ്റ് മുഴുവനും പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരിക്കലും ഇപ്പം ഞാൻ ഏകദേശം ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് തന്നാലും ചിലപ്പോൾ അത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയും ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇതല്ലേ പഠിച്ചത്, ഇതല്ലേ ഇമ്പോർട്ടൻറ്റ്. കാരണം അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇതൊരു ഫസ്റ്റ് മോഡലാണ്, ഒരു പുതിയ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യാനൊന്നും നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യാഞ്ഞത്. അപ്പോൾ ഒരു പുതിയ സിലബസ് പഠിക്കുന്ന കുട്ടികൾ എന്ന നിലയ്ക്ക് ഇനി ഇന്നത്തെ ഒരു എക്സാം നല്ല എളുപ്പമായതുകൊണ്ട് നാളെ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, അത് ആദ്യമേ പറയണം. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഡ്യൂട്ടി എല്ലാം പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ തീരെ നമുക്ക് പറ്റാത്തതുണ്ടെങ്കിൽ അതിനു വേണ്ടി സമയം കളയേണ്ട, അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതെങ്കിലും പഠിക്കുക. ഓക്കെ, അപ്പോൾ വൈകാതെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെയും ആ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് വീഡിയോസ് ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. കാരണം അവിടെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയാനില്ല. കാരണം ആ 4 ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്നെ സംബന്ധിച്ചോളം അത് മുഴുവൻ പഠിക്കാൻ തന്നെയാണ് ഞാൻ പറയുക. കാരണം അത് കൂടുതലായിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് എന്ത് ഏതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു പേപ്പർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ പോലെ ചിലപ്പോൾ ഈസി ആയിക്കോളുന്നില്ല, അല്ലെങ്കിൽ ഈസി ആവാനും മതി. അപ്പോൾ ആ രീതിയിൽ ഇനിയിപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. 4 ചാപ്റ്ററേ ഉള്ളൂ. ആ 4 ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് പഠിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.